തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിൽ പൊട്ടിത്തെറി. തൃണമൂൽ കോൺഗ്രസിന് ശക്തമായ അടിവേരുള്ള ബംഗാളിൽ പോലും ലഭിക്കാത്ത വേഗതയിലാണ് കേരളത്തിൽ പാർട്ടിയുടെ മുന്നോട്ടുള്ള കുതിപ്പ്. അതുകൊണ്ടാണല്ലോ അടിത്തറ ഭാഗം മുന്നേ വേർപിരിയലിന്റെ ശബ്ദം ഉയർന്നു വരുന്നത്. തൃശൂർ ജില്ലാ ചീഫ് കോർഡിനേറ്റർ NK സുധീറിനെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവർ അറിയിച്ചത്. ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ ചീഫ് കോർഡിനേറ്റർ NK സുധീറിനെ കടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 3 വർഷ കാലയളവിലേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായാണ് PV അൻവർ പറഞ്ഞത്. മുൻ AICC അംഗമായിരുന്ന NK സുധീർ UDF സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് ചേലക്കരയിൽ സ്വതന്ത്രനായി മത്സരിച്ചത്. അൻവർ ഇടതുമുന്നണി വിട്ട ഉടൻ രൂപീകരിച്ച DMK എന്ന സംഘടനയിൽ ഇദ്ദേഹം അംഗത്വമെടുത്തിരുന്നു. തുടർന്ന് കഴിഞ്ഞ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ DMK സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും 3920 വോട്ടുകൾ നേടുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ 4000 വോട്ട് കിട്ടിയാലും നേട്ടമാണെന്ന് NK സുധീർ അന്ന് പറഞ്ഞിരുന്നു. ദളിത് കോൺഗ്രസ് മുൻ നേതാവ് കൂടിയായ NK സുധീർ മുമ്പ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. KPCC സെക്രട്ടറി സ്ഥാനവും ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ ഒഴിവാക്കിയതോടെയാണ് PV അൻവറിന്റെ പാർട്ടിയുടെ ഭാഗമായി മത്സരിക്കാൻ NK സുധീർ തീരുമാനിച്ചത്. പട്ടികയിൽ തന്റെ പേരുണ്ടായിരുന്നില്ലെന്നും തന്നെ ആരും വിളിച്ച് ആശ്വസിപ്പിച്ചില്ലെന്നും സുധീർ അന്ന് പറഞ്ഞിരുന്നു. ആലത്തൂർ മുൻ MP ആയിരുന്ന രമ്യ ഹരിദാസ് ആയിരുന്നു ചേലക്കരയിലെ UDF സ്ഥാനാർത്ഥി. സുധീറിന് പിന്തുണ പ്രഖ്യാപിച്ച PV അൻവർ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ UDFന് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. രമ്യ ഹരിദാസിനെ പിൻവലിച്ചാൽ പാലക്കാട് മണ്ഡലത്തിലെ DMKയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ മിൻഹാജ് മുദാറിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമെന്നാണ് അൻവർ പറഞ്ഞിരുന്നത്. എന്നാൽ അൻവറിന്റെ ആവശ്യം UDF നിരസിക്കുകയായിരുന്നു. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ DMK പിന്തുണ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ പിൻവലിക്കണമെന്ന് അൻവറിനോട് ആവശ്യപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ സുധീറിനെയാണ് ഇപ്പോൾ അൻവറും പുറന്തള്ളിയിരിക്കുന്നത്.